ഇതാണ് കോതമംഗലം നിയോജക മണ്ഡലത്തിലെ മണികണ്ഠൻ ചാൽ ചെപ്പാത്ത്. മണികണ്ഠൻ ചാലിലെ ആദിവാസികൾ ഉൾപ്പെടെ 500-ലധികം വരുന്ന കുടുംബങ്ങൾക്ക് മറുകരയെത്താനുള്ള ഏകമാർഗം. മഴ പെയ്താൽ പുഴ നിറഞ്ഞ് വെള്ളം ചെപ്പാത്ത് കവിഞ്ഞൊഴുകും. പിന്നെ വള്ളം പോലും ഇറക്കാനാവില്ല. വെള്ളം താഴുവോളം മറുകര തന്നെ തങ്ങാനാണ് അപ്പോൾ മണികണ്ഠൻ ചാൽ നിവാസികളുടെ വിധി. കഴിഞ്ഞ മഴക്കാലത്ത് മണികണ്ഠൻ ചാൽ നിവാസികളുടെ ദുരിതത്തിൻ്റെ ദൃശ്യമാണിത്. സ്കൂളിലും കോളേജിലും പോകുന്ന വിദ്യാർത്ഥികൾ, രോഗികൾ, ജോലിക്കായി പട്ടണത്തിലേക്ക് പോകുന്നവർ. പൂയംകുട്ടി വനമേഖലയിൽ മഴ പെയ്താൽ ചെപ്പാത്ത് കവിഞ്ഞൊഴുകും. പിന്നെ ജീവൻ പണയം വെച്ച് കടത്തുവള്ളമിറക്കും. വീണ്ടും വെള്ളമുയർന്നാൽ അക്കരെ കടത്തിണ്ണയിലോ പരിചയക്കാരുടെ വീട്ടിലോ ബന്ധുവീടുകളിലോ ഒക്കെ കിടക്കാനാണ് സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവരുടെ വിധി. സുമി എന്ന വീട്ടമ്മയുടെ വാക്കുകളിൽ ഒരമ്മയുടെ ആധിയെല്ലാമുണ്ട്. ഞങ്ങൾക്ക് സ്കൂളിൽ പഠിക്കുന്ന പിള്ളേർ, അത് ഞങ്ങൾക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം. കോതമംഗലത്തൊക്കെ പഠിക്കുന്ന പിള്ളേരുണ്ട് ഇവിടുന്ന്. അവരൊക്കെ വരുന്ന സമയമാകുമ്പോഴത്തേക്ക് ഞങ്ങൾ വീട്ടിൽ വരുമ്പോഴേക്കും 7 മണി 7:30 ആവും. അവിടെ മറുകരയിൽ വീടുകളിൽ കിടക്കും. പിന്നെ ബന്ധുവീടുകളൊക്കെ ഉണ്ടല്ലോ, അവിടെയൊക്കെ ഉണ്ടെങ്കിൽ അവിടെ പോയി കിടക്കും. മണികണ്ഠൻ ചാൽ ചെപ്പാത്ത് കടന്നാൽ വെള്ളാരംകുത്ത്, ഉറിയംപെട്ടി ആദിവാസി ഉന്നതികളാണ്. 500-ലധികം കുടുംബങ്ങൾ, ആരാധനാലയങ്ങളും. 20-ലധികം ബസ്സുകൾ ദിവസേന ഈ ചെപ്പാത്ത് വഴി ട്രിപ്പ് നടത്തുന്നു. മഴ പെയ്താൽ ഇവയും കുടുങ്ങും. ചെപ്പാത്ത് ഉയർത്തുകയോ പാലം പണിയുകയോ ചെയ്യണമെന്ന് ആവശ്യപ്പെടാത്ത ഇടമില്ല. പക്ഷെ പണമില്ല, അനുമതിയുമില്ല. രാവിലെ നോക്കുമ്പോൾ ചപ്പാത്തിന് അടിയിലായിരിക്കും വെള്ളം, ഒത്തിരി താഴെയായിരിക്കും. പക്ഷെ തിരിച്ചു വരുമ്പോഴത്തേക്കും ചപ്പാത്ത് മൂടി 2 ആൾ പൊക്കത്തിൽ വെള്ളമായിരിക്കും. വഞ്ചി കടത്താൻ പറ്റുന്ന സാഹചര്യമാണെങ്കിൽ അക്കരെ കടകളിൽ തങ്ങും, അല്ലെങ്കിൽ മറ്റു വീടുകളിൽ അഭയം പ്രാപിക്കും. ആ സമയത്ത് എല്ലാവരും കൊടുക്കും. ആർക്കും നല്ലൊരു പൈസ ഒന്നും ഉണ്ടാവില്ല. ഭക്ഷണം പോലും കഴിക്കാൻ പറ്റാതെ അക്കരെ കുടുങ്ങി നിൽക്കേണ്ട അവസ്ഥയാണ് നിലവിലുള്ളത്. വെള്ളം പൊങ്ങിയതോടെ എത്ര ദിവസം മറുകരയിൽ കിടന്നിട്ടുണ്ടെന്ന് റോബിൻ എന്ന ഈ ചെറുപ്പക്കാരൻ അറിയില്ല. ഇത്തവണ മുഖ്യമന്ത്രി എത്തുമ്പോഴെങ്കിലും ഈ ദുരിതം കാണാതെ പോകില്ലെന്ന് റോബിനും നാട്ടുകാരുമൊക്കെ പ്രതീക്ഷിക്കുന്നു. കോതമംഗലം പോകുമ്പോൾ പാലത്തിൽ വെള്ളം ഉണ്ടാവില്ല. തിരിച്ചു വരുമ്പോൾ ഉച്ച കഴിഞ്ഞ് മഴ പെയ്ത് പാലത്തിൽ വെള്ളം കയറും. പൂയംകുട്ടിയിൽ പെട്ടുപോകും. അവിടെ രാത്രി കിടന്നുറങ്ങി പിറ്റേ ദിവസം വെള്ളം ഇറങ്ങുമ്പോൾ കടന്നു വരും. ഇത്തവണ മുഖ്യമന്ത്രി വരുമ്പോൾ ഇതിനൊരു പരിഹാരമാവുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കണു. ഞങ്ങളിങ്ങനെ പ്രതീക്ഷിച്ചിരിക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി. രണ്ടാം ഇടത് സർക്കാർ 4ാം വർഷത്തിലെത്തുമ്പോഴും മണികണ്ഠൻ ചാൽ പോലൊരു മേഖലയിൽ പാലം പണിയാൻ കഴിയുന്നില്ലെങ്കിൽ പിന്നെ എന്താഘോഷം? കോടികളുടെ പദ്ധതികളൊന്നുമല്ല. ഏത് മഴക്കാലത്തും സുരക്ഷിതരായി വീട്ടിലെത്താൻ ഒരു പാലം മാത്രമാണ് ഇവർ ആവശ്യപ്പെടുന്നത്. ബിനു പാവമ്മയ്ക്കൊപ്പം പ്രദീപ് ജോസഫ്, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.